കാസർകോട് മഞ്ചേശ്വരത്ത് മാതാവിനെ തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. അമ്മയ്ക്കൊപ്പം ചേർന്ന് ബന്ധുവായ യുവതി തടസ്സം നിന്നതും വൈരാഗ്യത്തിന് കാരണമായി. വോർക്കാട്ടിയിൽ മെൽവിൻ മൊന്തേരോ അമ്മയെ കൊലപ്പെടുത്താനും ബന്ധുയുവതിയെ തീകൊളുത്തി ആക്രമിക്കാനുമുണ്ടായ സാഹചര്യം എന്താണെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത് മെൽവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ വിദേശത്തായിരുന്ന മെൽവിൻ നാട്ടിലെത്തി കൽപ്പണയിൽ മെഷീൻ ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയായിരുന്നു. തിരിച്ചു വിദേശത്തേക്ക് പോകാനും വിവാഹം കഴിക്കുവാനും പണം ആവശ്യമുള്ളതിനാൽ വീടും സ്ഥലവും പണയം വയ്ക്കാൻ ഇയാൾ മാതാവ് ഹിൽഡയോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ താമസ സ്ഥലം പണയം വയ്ക്കാൻ ഹിൽഡയ്ക്ക് സമ്മതമുണ്ടായിരുന്നില്ല. ഇതേ ചൊല്ലി ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത് പതിവായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി പ്രശ്നമുണ്ടാവുകയും മെൽവിൻ മാതാവിനെ മർദ്ദിക്കുകയും ചെയ്തു. തലയിടിച്ചു വീണ മാതാവിനെ പിന്നീട് തീകൊളുത്തുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു. ബന്ധുയുവതി ലോലിറ്റയെ തീകൊളുത്തിയത് തന്റെ ആവശ്യത്തിന് അമ്മയോടൊപ്പം ചേർന്ന് തടസ്സം നിൽക്കുന്നുവെന്ന സംശയത്തിലാണെന്നും മെൽവിൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. മെൽവിന്റെ ഈ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. നിലവിൽ ദേർലക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ലോലിറ്റയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച മെൽവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.